ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബർഗർ ഈറ്റിംഗ് ചലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ബർഗർ ഈറ്റിംഗ് ചലഞ്ച്. എന്താണ് പറഞ്ഞോളൂ? വിയേർഡ് ബർഗർ ഈറ്റിംഗ് ചലഞ്ച്. എന്നാലും അതിലേക്ക് നമുക്ക് കടക്കാം. എന്നാലും അതിന്റെ സാധനങ്ങളൊക്കെ വന്ന് നമുക്ക് കഴിച്ചു തുടങ്ങാം. എന്റെ കയ്യിൽ ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും ചിട്ടായിട്ടിരിപ്പുണ്ട്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് വീതം നമ്മൾ രണ്ടുപേരും എടുക്കും. ഇതിൽ നിന്ന് ഏത് ഇൻഗ്രീഡിയന്റ് ആണോ നിനക്ക് കിട്ടുന്നത് അത് ഈ ബർഗറിനകത്ത് ആഡ് ചെയ്യാം. തിരിച്ച് എനിക്ക് ഏത് ഇൻഗ്രീഡിയന്റ് ആണ് കിട്ടുന്നത് ഞാനും ഈ ബർഗറിനകത്ത് ആഡ് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുലുക്കിയിടുവാണ് ഗൈസ്. ഫസ്റ്റ് എന്തുവാന്ന് എനിക്ക് ഇട്ട് നോക്കാം. ഞാൻ ഇതെടുക്കുവാണ്. ഇതാ നോക്കട്ടെ. എനിക്ക് ഷുഗർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്തോ കിട്ടിയിരിക്കുന്നത്? മുളക് പൊടി. എനിക്ക് പഞ്ചസാര, ഇത് മുളക് പൊടി. ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ്. ബർഗർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ബർഗർ. പഞ്ചസാര കുറച്ച് മതി. ഇച്ചിരി കൂടുതലാണ്. എന്തായാലും എനിക്ക് മുളക് പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. മുളക് പൊടി ആഡ് ചെയ്യാം. തോന്നി അങ്ങ് ആഡ് ചെയ്തേക്കാം. അത്രയും മതിയായിരിക്കുമല്ലേ? മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഇത് മാറ്റി വെക്കുവാണ് ഗൈസ്. ഞാൻ അടുത്ത സെറ്റിലേക്ക് കിടക്കുവാണ്. അടുത്ത സെറ്റ് കുലിക്കൂ. അടുത്ത സെറ്റ് കുലുക്കിയിടാൻ പോവാണ്. എനിക്ക് നല്ല ഏതെങ്കിലും കിട്ടണേ. എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് പെപ്പറാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. എന്ത് കിട്ടിയിരിക്കുന്നത്? ഉപ്പ് പെപ്പർ. അയ്യോട്ടെ, ഞാനാണ് ഫസ്റ്റ് വിളിക്കട്ടെ, അതുകൊണ്ട് ഉപ്പ് ഞാനിടും. ഉപ്പ് മുളക് പൊടി ഇപ്പൊ ഒരു കറിക്കുള്ള ഒരു പാകമായിട്ടുണ്ട് ഗൈസ്. ഉപ്പ് മുളക് പൊടി എല്ലാം ഉണ്ട്. ഇനി എനിക്ക് പഞ്ചസാര കുരുമുളക് പൊടി. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത കുളിക്കൂ. രണ്ടാമത്തെ ഷഫിളാണ്. അടുത്ത വട്ടം കുളിക്കുവാണ്. നോക്കട്ടെ ഗൈസ്. എനിക്ക് കിട്ടിയത് കാഷ്നട്ട് ആണ്. കാഷ്നട്ട് എന്താ കിട്ടിയിരിക്കുന്നത്? കാഷ്നട്ട് ഇടൂ. കാഷ്നട്ട് ഒക്കെ വെറൈറ്റിയാണ്. ബർഗറിനകത്ത് ഇതേപോലെ വെറൈറ്റികൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഇരിക്കും. കഴിച്ചു നോക്കണ്ടേ? അല്ലാതെ എപ്പോഴും ബർഗറും സാലാഡും ഇതൊക്കെ വെച്ച് കഴിച്ചാൽ പോലെ മതി. ഇത്ര മതി. ഒരുപാടായി കഴിഞ്ഞാൽ ഫില്ലിങ് കൂടി കഴിക്കാൻ പറ്റത്തില്ല. കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ് കിട്ടിയിരിക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ്, മുളക് പൊടി മാറ്റം. ഇത് ഹോട്ട് ആൻഡ് സ്വീറ്റ്. ഒരെണ്ണം എടുക്കുവാണ് ഗൈസ്. രണ്ടുപേർക്ക് ഓരോന്ന് എഴുതാം. എനിക്ക് കിട്ടിയത് ഉണക്കമുന്തിരിയാണ് ഗൈസ്. ഇവിടെ കിട്ടിയത് മഞ്ഞപ്പൊടി. ഒരാൾക്ക് 4 ഐറ്റംസ് വെച്ചാണ്. മഞ്ഞപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇപ്പൊ എല്ലാം കറക്റ്റായി. ഉപ്പ്, മഞ്ഞപ്പൊടി എല്ലാം കറക്റ്റായിട്ടുണ്ട്. എനിക്ക് ഉണക്കമുന്തിരിയാണ് കിട്ടിയിരിക്കുന്നത്. ഉണക്കമുന്തിരി ഇടൂ. എനിക്ക് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പഞ്ചസാര എല്ലാം നല്ല സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഓർക്കുക നിങ്ങള്. ഓക്കെ അല്ലേ? എന്തായാലും നമ്മളിനി കഴിക്കാൻ പോവുകയാണ്. കഴിക്കുന്ന അത്ര ടാസ്ക് ഉള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ്. ഒരുമിച്ച് കഴിക്കാൻ പോവാണ്. വല്ലാത്തൊരു വേറെ ടേസ്റ്റ് ഒക്കെ. മധുരം, പഞ്ചസാര, എന്താണ് പറയുന്നത്? ഉപ്പ് കൂടുതല. ഞാൻ ഉപ്പ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ സോസുണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു ഉപ്പ് കൂടുതലൊന്നേ ഉള്ളൂ. എനിക്ക് കിട്ടിയ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നല്ലതായതുകൊണ്ട് നല്ലതാ. മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം കിട്ടിയ നല്ല സാധനങ്ങളായിട്ട്. എനിക്ക് പെപ്പറേ ഉള്ളായിരുന്നു തോന്നുന്നു ആകെ ഉള്ളത്. പെപ്പർ കുഴപ്പമില്ല, ബർഗറിന്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള വിയേർഡ് ചാലഞ്ചസ് നിങ്ങളും ട്രൈ ചെയ്യുക. ഇനി ഞങ്ങളും ഇതുപോലുള്ള വിയേർഡ് ചാലഞ്ചസ് ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിച്ച് തൊണ്ടേ കുടുങ്ങിക്കൊണ്ടാണ്. ഇതിനകത്ത് ആരാ ജയിച്ചെന്നുള്ള കമന്റ് ചെയ്യാം. നല്ലൊരു എക്സ്പ്രഷൻ ഇട്ട് ഞാനാ ജയിച്ചത് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യേണ്ടതാണ്. ഞാനായിരിക്കും ജയിച്ചത്. നല്ലൊരു ബർഗർ തന്നെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. എന്തായാലും ഇവിടെ കിട്ടിയ മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെയാണ്. എനിക്ക് നല്ല സാധനങ്ങൾ കിട്ടിയോണ്ട് ഞാൻ നല്ലപോലെ തിന്നാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ വീഡിയോകൾ കാണാൻ നമ്മുടെ വീഡിയോ ഒന്ന്
സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ചുമ്മാ കണ്ടിരുന്ന് പോയില്ല. എന്തായാലും ഫുൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യുക. അതിൽ എന്താണ് പറയാനുള്ളത്? നല്ല നല്ല ഇൻഗ്രീഡിയൻസ് അല്ലായിരുന്നു? നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. ഇതുപോലുള്ള ചാലഞ്ചസ് ഇനിയും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. നമുക്ക് ഇതുപോലെ വലിയ ചലഞ്ചസ് നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ചലഞ്ചസ് നമ്മൾ കൂടുതലും ചെയ്യാൻ ശ്രമിക്കുന്നത്. കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചലഞ്ചുകളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.